വിലങ്ങാട് പ്രളയം ദുരിതം വിതച്ചിട്ട് 4 മാസം പൂർത്തിയാകുന്നു. സകലതും നഷ്ടപ്പെട്ട മനുഷ്യരാണിവർ. ഏതാണ്ട് 2 പഞ്ചായത്തുകളിലായി, നരിപ്പറ്റ, വാണിമേൽ പഞ്ചായത്തുകളിലായി കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമുണ്ടായി. നിരവധി വീടുകളും അതുപോലെ ഞാൻ നിൽക്കുന്ന വിലങ്ങാട് ടൗണിലെ കടകളും സ്ഥാപനങ്ങളും അടക്കം ഒലിച്ചുപോയി. വളർത്തുമൃഗങ്ങൾ, അങ്ങനെയെല്ലാം. അതായത് ഒരു രാത്രി തന്നെ 100-ലധികം ഉരുൾപൊട്ടി ഇറങ്ങി എന്നാണ് ശാസ്ത്രീയമായ പഠന റിപ്പോർട്ടുകളിലൂടെ കൃത്യമായി പറയുന്നത്. അതിനുശേഷം ആ ഉരുൾപൊട്ടലിനിടയിൽ എല്ലാം നഷ്ടപ്പെട്ട് ഉടുതുണി മാത്രം ബാക്കിയെടുത്ത് സ്വന്തം ജീവൻ നെഞ്ചോട് ചേർത്ത് വെച്ച് ഓടി രക്ഷപ്പെട്ട മനുഷ്യരാണ് ഇവരൊക്കെ. ഈ ഇരിക്കുന്ന മനുഷ്യരൊക്കെ അതിൻ്റെ ദുരിതം പേറിയ മനുഷ്യരാണ്. പക്ഷേ അവരൊക്കെ അപ്പോഴും പ്രതീക്ഷിച്ചത് സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളിലാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു അത്താണി ഉണ്ടാകും, അല്ലെങ്കിൽ അതിനുള്ളൊരു ശ്രമം, അതിൻ്റെ ഭാഗമായുള്ള സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ കാത്തിരുന്നത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. 4 മാസം കഴിയുമ്പോൾ ആകെ പലർക്കും കിട്ടിയത് വെറും 10,000 രൂപ എന്ന് പറയുന്ന സമാശ്വാസമായ തുക മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എത്ര കാലം വാടക വീടുകളിൽ താമസിക്കേണ്ടി വന്നാലും അതിൻ്റെ വാടക അടയ്ക്കുമെന്ന് പറഞ്ഞ സർക്കാർ പക്ഷേ ഒരൊറ്റ മാസത്തെ വാടക മാത്രമാണ് നൽകിയത്. ഇവിടുത്തെ റോഡുകൾ, മറ്റ് പാലങ്ങൾ എല്ലാം തകർന്നടിഞ്ഞിട്ട് മാസങ്ങളായി. ഇവിടേക്കുള്ള KSRTC ബസ് സർവീസ് പോലും, പാനവും ഭാഗത്തേക്കുള്ള ബസ് സർവീസ് പോലും നിലച്ചിട്ട് ഏറെക്കാലമായിരിക്കുന്നു. നമുക്കിവിടെ പഞ്ചായത്ത് മെമ്പറുണ്ട്. പഞ്ചായത്ത് മെമ്പറുടെ ഒരു പ്രതികരണം എടുത്ത് നമുക്ക് മറ്റാളുകളിലേക്ക് പോകാൻ തോന്നും. നമ്മൾ 4 മാസം മുമ്പ് സംസാരിച്ചിരുന്നു, പ്രളയം ഉണ്ടായെന്ന്. അതായത് അന്ന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, സർക്കാരിന്റെ വാഗ്ദാനങ്ങളിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോ ഈ 4 മാസം കഴിയുമ്പോൾ എന്താ അവസ്ഥ? 4 മാസം കഴിഞ്ഞിട്ട് വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ക്യാമ്പിൽ താമസിച്ച ആൾക്കാർക്ക് ഒരു 10,000 രൂപ അടിയന്തര സഹായം സർക്കാർ നൽകുമെന്ന് പറഞ്ഞതിൽ 5,000 രൂപ മാത്രമേ ഇതുവരെ നൽകിയിട്ടുള്ളൂ. അതുപോലെ തന്നെ വാടകയാണെങ്കിലും 30 കുടുംബങ്ങൾക്ക് 6,000 രൂപ മാത്രമേ വാടക നൽകിയുള്ളൂ. ഇനിയും 61ഓളം കുടുംബങ്ങൾക്ക് വാടക നൽകാൻ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർക്ക് ഒരു കുടുംബത്തിൽ 2 പേർക്ക് 300 രൂപ വീതം നൽകുമെന്ന് പറഞ്ഞിരുന്നു. 33 കുടുംബങ്ങൾക്ക് മാത്രമേ ആ തുക ഒരു മാസത്തിന് നൽകിയിട്ടുള്ളൂ. വേറെ ഒരു ആനുകൂല്യങ്ങളും ഇതുവരെയും നമ്മുടെ ഈ മേഖലയിലേക്ക് ലഭ്യമായിട്ടില്ല. പ്രളയത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു? ഒരു പറമ്പ് പോയി, മരങ്ങൾ പോയി, എല്ലാ കൃഷികളും നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിന്റെ പുറകെ കൂടി ഭയങ്കര വെള്ളവും മരങ്ങളും പാറയെല്ലാം വന്നു. ഇത് ഞങ്ങൾ വീട് വിട്ടു പോയി. ബന്ധുക്കളെ വീട്ടിൽ പോയി കുറച്ച് സാമർത്ഥ്യം ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു വന്നതാ. ഞങ്ങളെ വീട്ടിലേക്ക് തന്നെ ഇപ്പം ഞങ്ങൾ കൂലിപ്പണിക്ക് പോവുക, വെള്ളെടുത്തിൽ കൂലിപ്പണിക്ക് പോകുക, തൊഴിലുറപ്പിന്റെ പണിയുണ്ടെങ്കിൽ അതിന് പോകും. അങ്ങനെ ജീവിക്കുന്ന. ഇനിയും മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല, താമസിക്കാനാവില്ല. അത്രയ്ക്കും വെള്ളം കൂടെ വരുന്നത്, പുഴയിൽ കൂടെ വരുന്നത്. അങ്ങനെ ഇവിടുത്തെ ഓരോ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞാൽ അവസാനിക്കാത്രത്തോളം നീളമുള്ള സങ്കടങ്ങളാണ് അവരുടേത്.